ചെയ്തു. അങ്ങനെ രാവണൻ വീണ സമയത്ത് വിഭീഷണന് വലിയ വിഷമായി. എന്താ കാരണം? കഷ്ടം, ഇങ്ങനെയൊരു വിഷമത്തിൽ തൻ്റെ സഹോദരൻ വീണ് പെട്ടുവല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായി ചോദിച്ചാൽ, രാവണൻ വീണ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ വിഭീഷണൻ്റെ സമ്പ്രദായമൊക്കെ മാറി. നോക്കൂ, രാവണൻ്റെ അന്തഃപുരത്തിലെ സ്ത്രീകൾ കരയാൻ തുടങ്ങി. മണ്ഡോദരി വളരെ വിലപിച്ചു. ഹനുമാൻ ആദികളായ വാനരന്മാർ നോക്കി നിൽക്കുന്ന സമയത്ത് സുഗ്രീവാദികളൊക്കെ വട്ടത്തിൽ നിൽക്കുമ്പോഴാണ് വിഭീഷണൻ എന്തോ പറഞ്ഞു. രാമൻ പറഞ്ഞു, ഇദ്ദേഹത്തോട് പറഞ്ഞു, വിഭീഷണ ഒരു കാര്യം ചെയ്യൂ, ഇദ്ദേഹത്തിൻ്റെ ശവശരീരം രാമൻ പറഞ്ഞു, ഇനിയിപ്പോൾ രാവണൻ്റെ ശവശരീരത്തിന് വേണ്ട ക്രിയകളൊക്കെ ചെയ്യൂ, ഇതാണ് വേണ്ടത്. അതുകൊണ്ട് ഇദ്ദേഹം വളരെ ശ്രേഷ്ഠമായ രീതിയിൽ യുദ്ധം ചെയ്ത് മരിച്ചു വീണ ആളാണ്. അതുകൊണ്ട് ഇനി നിന്ദ പാടില്ല, അതെന്ത് ചെയ്യണം, വേണ്ടതായ ക്രിയകളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഈ ഇദ്ദേഹം പറഞ്ഞു, എന്താണെന്നറിയോ, ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നും പറഞ്ഞു. വിഭീഷണ കാരണം ഇവൻ ദുഷ്ടനാണ്, അധർമ്മത്തിൻ്റെ വഴി കൂടി വന്ന ആളായതുകൊണ്ട് ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഈ സ്ത്രീകളെ ഉപദ്രവിക്കുക എന്നൊക്കെയുള്ള പാപം ചെയ്ത ദുഷ്ടനല്ലേ, അതുകൊണ്ട് ഈ രാവണൻ്റെ ശവദാഹ ക്രിയകൾക്കൊന്നും ഞാൻ പുറപ്പെടില്ല എന്ന് പറഞ്ഞപ്പം രാമനൊരു വാചകം പറഞ്ഞു, അങ്ങനെ പറയരുത് വിഭീഷണ. എന്താ കാരണം? ഇദ്ദേഹത്തിൻ്റെ, അതായത് എനിക്ക് ഇദ്ദേഹമായിട്ടുണ്ടായ രാവണനായിട്ടുള്ളതായ തർക്കം തീർന്നു, ഞങ്ങൾ തമ്മിലുള്ള ശത്രുത തീർന്നിരിക്കണോ, അതിനെന്ത് വേണ്ടു? രാവണൻ്റെ ശവദാഹക്രിയ താൻ ചെയ്യണം, ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, നീ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യും എന്നും പറഞ്ഞു. എന്താ കാരണം? എനിക്കിവൻ സഹോദരനെ പോലെയാണ്, ഞങ്ങളുടെ ശത്രുത ഇവിടെ തീർന്നു എന്നും പറഞ്ഞു. അങ്ങനെയാണ് രാമൻ്റെ നിർദ്ദേശപ്രകാരം രാവണൻ്റെ ശവദാഹാദി ക്രിയകളൊക്കെ വിഭീഷണൻ ചെയ്തു. ആ വിഭീഷണൻ ആ രാജ്യത്ത് രാജാവായിട്ട് ഇരുന്നു. രാജാവായിട്ടിരിക്കുന്ന സമയത്ത് സീതാദേവിയുടെ അടുത്തേക്ക് പോയിട്ട് സീതയുടെ വർത്തമാനമൊക്കെ അറിയൂ, സീത എന്താ ചെയ്യണോ, സീതയ്ക്ക് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് വർത്തമാനം അറിയൂ എന്നും പറഞ്ഞ് സീതയുടെ അടുത്തേക്ക് ഹനുമാനെ പറഞ്ഞയച്ചു. ഹനുമാനോട് പറഞ്ഞത് എന്താ ചോദിച്ചാൽ, വിഭീഷണൻ്റെ അനുവാദം വാങ്ങിയിട്ട് സീതയുടെ അടുത്ത് ചെന്ന് വർത്തമാനങ്ങളൊക്കെ പറയൂ, എന്താ രാവണനെ കൊന്നു എന്നുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് വരൂ എന്നും പറഞ്ഞു. അപ്പം ഹനുമാൻ പോയിട്ട് നേരെ വിഭീഷണൻ്റെ അടുത്ത് ചെന്നു. ഇങ്ങനെ പറഞ്ഞു, രാമൻ ഇങ്ങനെ പറയുന്നുണ്ടെന്ന്. അപ്പോൾ ഈ സീതയുടെ അടുത്ത് ചെന്നിട്ട് ഇത് പറയാനായിട്ട് പറഞ്ഞപ്പോൾ വിഭീഷണൻ നേരെ സീതയുടെ അടുത്തേക്ക് പോയില്ല. എന്താ ചെയ്തത്? സ്വാഭിസ്ത്രീഭിരചോദയൽ എന്നാ പറഞ്ഞത്. ഈ സ്വാഭിസ്ത്രീഭി തൻ്റെ ഭാര്യമാരായ സ്ത്രീകളില്ലേ, ആ സ്ത്രീകളോട് പറഞ്ഞിട്ട് അവരുടെ, അതായത് നമ്മുടെ വിഭീഷണൻ്റെ ഭാര്യ സ്ത്രീകൾ അവരോടൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, നേരെ അങ്ങോട്ട് ചെന്ന് ആ സീതയുടെ അടുത്ത് ചെന്ന് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് വിഭീഷണൻ്റെ, നോക്കൂ, വിഭീഷണൻ ലങ്കയിലത്തെ രാജാവാണ്. അപ്പം രാജാവിനെ ബഹുമാനിച്ചും കൊണ്ട് വേണം എന്ത് ചെയ്യാൻ. ആ വലിയ വിഭീഷണൻ, ഇപ്പം രാമനാണതൊക്കെ നേടിക്കൊടുത്തത് വെച്ചാലും വിഭീഷണനാണല്ലോ അവിടെ അപ്പം രാജാവിനെ ബഹുമാനിക്കുക എന്നുള്ളത് സമ്പ്രദായമാണ്. അതുകൊണ്ടാണ് വിഭീഷണൻ്റെ നിർദ്ദേശത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത്. വിഭീഷണ നിർദ്ദേശത്തോടെ ചെന്ന് പറയൂ എന്ന് പറഞ്ഞ് വിഭീഷണൻ പറഞ്ഞു. സീതയുടെ അടുത്ത് ചെന്നു, ഹനുമാൻ ചെന്നു, സീതയോട് പറഞ്ഞു, ഇങ്ങനെ എന്താണ്ടായത്, ഈ വിധം കൊന്നു, രാവണൻ മരിച്ചു. വലിയ സന്തോഷമായി സീതയ്ക്ക്. അപ്പോൾ ഈ രാമൻ്റെ ഭാര്യ സീത സന്തോഷിക്കുന്നത് കണ്ടപ്പം നമ്മുടെ ഹനുമാൻ പറഞ്ഞു, ദേവി ഞാൻ എന്താ ചെയ്യേണ്ടത്, സന്തോഷത്തിന്, ദേവിയുടെ സന്തോഷത്തിന് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ കാട്ടാളത്തിയോളൊക്കെ ഇങ്ങനെ ദുഷ്ടത കാണിച്ച കാട്ടാളത്തിയോളില്ലേ, അവരൊക്കെ വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ കൊന്നു തരാമെന്നും പറഞ്ഞു. ആരോട്? ക്ഷണം കൊണ്ട് കൊല്ലാനേല, എത്ര ഉപദ്രവിച്ചതാ ദേവിയെ, ഇപ്പോൾ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു വെച്ചയ്ക്ക് വിഷമില്ല, ഞാൻ കൊല്ലാം ഇവരെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ സീത പറഞ്ഞു, അങ്ങനെ ചെയ്യണ്ട. എന്താ കാരണം ചോദിച്ചാൽ, ഈ സീതയുടെ ഒരു പ്രത്യേക ഭാവമാണത്. അതായത് എന്താണെന്നാണെങ്കിൽ, ഇപ്പം ഇവിടെ ഈ രാമന് ഒരു കുറച്ച് പ്രാധാന്യം വന്നു. അപ്പം അതുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൊല്ലണേനൊന്നൊരു ബുദ്ധിമുട്ടും ഇല്ല. ആ സമയത്ത് പക്ഷേ ഇങ്ങനെ ഒരു സമയത്തും ഇത്ര കാലമായിട്ട് തന്നെ ഉപദ്രവിച്ചതായ ഈ രാക്ഷസിമാരെ കൊല്ലാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒന്നും ദേവി കൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ സീതാദേവി പറഞ്ഞത് എന്താണെന്നറിയോ, ഉണ്ണേ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ. കാരണം എന്താ ചോദിച്ചാൽ, ഇപ്പം ഈ രാക്ഷസിമാർ, ഇപ്പം നമ്മളോടൊരാൾ ഇങ്ങനെ എന്തെങ്കിലും പാപം ചെയ്താലും നമ്മൾ അതുപോലെ എന്ത് ചെയ്യരുത്, അങ്ങോട്ട് ചെയ്യരുത്. എന്താ കാരണം ചോദിച്ചാൽ, നീ ഒരു കഥ കേട്ടിട്ടില്ലേ, പണ്ടുണ്ടായ ഒരു കഥ. എന്താ കഥ? അതായത് പണ്ടൊരു കരടി പാടിയ ഒരു പാട്ട് നീ കേട്ടിട്ടില്ലേ ചോദിച്ചു. ഇല്ല, കരടിയുടെ പാട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല എന്നും പറഞ്ഞു. അതെന്താ പാട്ട് ചോദിച്ചു. അതായത് അന്ന് എന്തുണ്ടായി ചോദിച്ചാൽ, ഒരു കാട്ടിൽ ഒരു മനുഷ്യൻ പെട്ടു. മനുഷ്യൻ പെട്ട സമയത്ത് മനുഷ്യൻ ഈ കാട്ടിക്കൂടി ഇങ്ങനെ പോകുമ്പോഴാണ് പിമ്പിൽ എന്താണ്ടായത്, ഒരു കടുവ അതിൻ്റെ പിമ്പിൽ കൂടി, ഇവൻ്റെ പിമ്പിൽ കൂടി. രക്ഷയില്ലാതെ ഓടി രാത്രി ആവാറായപ്പോൾ ഇവൻ എന്ത് ചെയ്തു, ഒരു മരത്തിലേക്ക് വള്ളി പിടിച്ച് കയറി.
മരത്തിൻ്റെ മുകളിലേക്ക് കയറിയപ്പം എന്താണ്ടായി ചോദിച്ചാൽ മരത്തിൻ്റെ മുകളിൽ ചെന്ന് ഹാവൂ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. നോക്കിയപ്പോൾ എന്താ കണ്ടു ചോദിച്ചാൽ അതിൻ്റെ മുകളിൽ ഒരു കരടി, ഇതിൻ്റെ മുകളിൽ മരത്തിൻ്റെ മുകളിൽ കരടിയുടെ വാലമ്പല മൂക്ക് മുട്ടിക്കിടക്കണതേ അവിടെയല്ല ഇവിടെ അല്ലാണ്ടേ. കരടി നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ രാത്രി സന്ധ്യാസമയത്ത് കയറി വന്നിരിക്കണു. അപ്പോൾ ഈ താഴെ ഇരിക്കണേ ഈ കടുവയുണ്ടല്ലോ കരടിയോട് പറഞ്ഞു, എടോ കരടിയെ ആ മനുഷ്യനെ ഇങ്ങോട്ട് തട്ടിയിട്ടോളൂ, ഞാൻ നേരേക്ക് തിന്നോളാം എന്നും പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ എന്താണ്ടായിച്ചാൽ നമ്മുടെ ഈ കരടി പറഞ്ഞു, കടുവേ ഞാനത് ചെയ്യില്ല. എന്താ കാരണം എന്നറിയോ? സന്ധ്യ ആകുമ്പോൾ എൻ്റെ കുടുംബത്തേക്ക് കയറി വന്ന ഒരാളാണ്, അവനെ തട്ടിയിട്ട് ഉപദ്രവിക്കുക. നമ്മുടെ കുടുംബത്തേക്ക് വന്നവനെ അതിഥി നല്ലേ പറയുക, അതിഥിയെ ഞാൻ ഉപദ്രവിക്കില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഈ കടുവ പറഞ്ഞു, നീ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയണ്ട, ഈ മനുഷ്യന്മാരുടെ സ്വഭാവം നിനക്ക് അറിയാത്തതുകൊണ്ടാണ്. ഞാനൊക്കെ ഇടയ്ക്ക് ഈ നിലമ്പൂരിൽ നിന്നൊക്കെ വരുമ്പോൾ മറ്റേ മരം കയറ്റുന്ന ലോറിയിലൊക്കെ ഇടയ്ക്കൊക്കെ നാട്ടിൻപുറത്ത് പോയി മറ്റുള്ള സ്വഭാവം ഒന്ന് കാണണം. ഒറ്റയ്ക്ക് നല്ല സ്വഭാവമാണെങ്കിലും കൂട്ടം കൂടിയാൽ പറ്റുള്ളൂ ചെറിയ കുട്ടികൾ വരെ കല്ലെടുത്തെറിയും, എനിക്ക് അറിയുന്നതാണ്. അതുകൊണ്ട് ചതിയന്മാരാണ് മനുഷ്യന്മാർ, ഒരു തരത്തിലും വിശ്വസിക്കാൻ കൊള്ളില്ല, തട്ടിയിട്ടോളൂ ഞാൻ കൊന്നോളാന്നും പറഞ്ഞു. അപ്പോൾ ഈ കരടി പറഞ്ഞു, നീ പറഞ്ഞതൊക്കെ ശരിയാവും, ഞാൻ അല്ലാന്ന് പറയുന്നു, പക്ഷെ ഇന്നലെ ഞാൻ തട്ടിയിട്ടില്ല എന്നാര് പറഞ്ഞു? കരടി പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞിട്ട് ആരും സമ്മതിച്ചില്ല, കരടി ഇവനെ തട്ടിയിടാൻ സമ്മതിച്ചില്ല. അപ്പോൾ നമ്മുടെ ഈ മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ പാവം വലിയ ഒരു ഭാഗ്യമായിട്ട് നിൽക്കുക. എന്താ കാരണം കരടി വലിയൊരു നല്ല കരടിയാണല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറേ നേരം കഴിഞ്ഞു, രാത്രി ആയില്ലേ. അപ്പം കരടി ഇങ്ങനെ തട്ടിയിട്ടില്ല എന്ന് ഉറപ്പായപ്പം കടുവ ആ മരത്തിൻ്റെ ചോട്ടിൽ അവിടെ പുല്ലായി വിരിച്ച് അവിടെ കിടന്നു. എന്താ കാരണം? പോകുമ്പോൾ പിടിക്കാമല്ലോ, അതിനിപ്പോൾ എൻ്റെ ഷീട്ട് വേണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ, അവിടെ കാത്ത് കിടന്നു. അപ്പോൾ കരടി എന്താ ചെയ്തു വെച്ചാൽ കരടി അവിടെ ഇങ്ങനെ മരത്തിൻ്റെ മുകളിലിരുന്ന് കരടി മെല്ലെ ഒന്ന് മയങ്ങിപ്പോയി. മരത്തമ്പിലിരുന്നിട്ടേ മനുഷ്യനാണെങ്കിൽ രണ്ടെണ്ണം അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് മയങ്ങാൻ പറ്റിയില്ല. എന്താ കാരണം? താഴെ പുലിയും കടുവയും മുകളിൽ കരടി ഉണ്ടാകുമ്പോൾ ഉറക്കം വരില്ലല്ലോ. മനുഷ്യൻ ഇങ്ങനെ കണ്ണുന്തി നിൽക്കുകയാണ്. കണ്ണുരുട്ടി നിൽക്കുന്ന സമയത്താണ് ഏതാണ്ട് രാത്രി ഒരു 12:15 നമ്മുടെ കടുവ ഒന്ന് മൂത്രമൊഴിക്കാൻ നീട്ടതാ. മൂത്രമൊഴിക്കാൻ എണീറ്റ കടുവ നോക്കിയപ്പം നമ്മുടെ മനുഷ്യൻ എന്ത് ചെയ്തിട്ടില്ല, മനുഷ്യൻ ഉറങ്ങാണ്ടിരിക്കുക. അപ്പം നമ്മുടെ കടുവ മനുഷ്യനോട് പറഞ്ഞു, എടോ മനുഷ്യ, അപ്പോൾ കരടി ഉറങ്ങുകയാണ്, ഇങ്ങനെ ഉറങ്ങണ്ട, മനുഷ്യ നീ ആ കരടി അങ്ങോട്ട് തട്ടിയിട്ടുള്ളൂ എന്നും പറഞ്ഞു. അവൻ്റെ കാര്യം ഞാനായിക്കോളാം എന്നും പറഞ്ഞു. മനുഷ്യൻ പറഞ്ഞു, എടോ കടുവേ, നീ ഒരു 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 ഒത്തിരി നേരം കാത്തു നിൽക്കണം, ഞാൻ ഒന്ന് മരത്തിൻ്റെ മുകളിൽ കയറിക്കോട്ടെ, ഒരൊറ്റ ചവിട്ടിനെ ഇപ്പോൾ തട്ടിയിട്ട് തരാമെന്നും പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യൻ മുകളിലേക്ക് കയറിയിട്ട് ഉറങ്ങി കിടക്കണ കരടിയുടെ ഊരക്കരി ചവിട്ട് അങ്ങോട്ട് കൊടുത്തു. കരടിയാണെങ്കിൽ ഉറക്കപ്രാന്തിൽ പിടുത്തം വിട്ട് കിഴിപ്പിട്ട് ഇങ്ങോട്ട് പോരുക. നിലത്തേക്ക് വരുമ്പം ആ വെപ്രാളത്തിൽ കരടി എന്ത് ചെയ്തു, കയ്യും കാലും നീട്ടിയിട്ട് പിടിച്ചപ്പോൾ ഒരു മരത്തിൻ്റെ കൊമ്പത്ത് പിടുത്തം കിട്ടി. കരടി നിലത്തെത്തിയില്ല. കരടിക്ക് മനസ്സിലായി ഇവൻ ചവിട്ടിയതാണെന്നേ. അപ്പം നമ്മുടെ കടുവ കരടിയോട് പറഞ്ഞു, കരടിയെ ഇപ്പം എങ്ങനെയുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട്? എന്നോട് ഞാൻ ഇന്നലെ വൈകുന്നേരം പറഞ്ഞാണ് ഈ ജാതി സാധനങ്ങളെ കുടുംബത്ത് കയറ്റരുതെന്ന്. അപ്പോഴേ ഞാൻ പറഞ്ഞതാ. അപ്പം നീ വലിയ വലിയ കാര്യങ്ങളാണ് പറഞ്ഞത്, ഇപ്പം ഇവൻ ചവിട്ടി എന്നെ പുറത്തേക്ക് ഇട്ടപ്പോൾ നിനക്ക് കാര്യം മനസ്സിലായോ ചോദിച്ചു. ആരോട് ചോദിച്ചു? ഈ കരടിയോട് ചോദിച്ചു. അപ്പം കരടി പറഞ്ഞു, എടോ കടുവേ, നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ എന്നാലും ഞാൻ ഇവനെ തട്ടി താഴേക്കിടില്ല. കാരണം എന്താണെന്നറിയോ? ന പര പാപമാദത്തെ പരേഷാം പാപകർമ്മണം. നോക്കൂ, സമയോ രക്ഷിതവ്യസ്തു സന്തശ്ചാരിത്രഭൂഷണാഹ. അതുകൊണ്ട് ഒരുത്തൻ ഈ ജാതി ചീത്തത്തം ചെയ്തു നിരീക്ഷിച്ചിട്ട് നമ്മൾ അതുപോലെ ചീത്തത്തം ചെയ്യേണ്ടതില്ല. നമ്മളെന്താ ചെയ്യേണ്ടത്? സമയോ രക്ഷിതവ്യസ്തു, നമ്മൾ നമ്മുടെ ധർമ്മത്തിൽ ഉറച്ച് നിൽക്കുകയാണ് വേണ്ടത്. സന്ത സജ്ജനങ്ങൾ ചാരിത്രഭൂഷണാഹ, അവരവരുടെ ആ നന്മയോണ്ടാണ് പ്രസിദ്ധരാവണത്, അല്ലാതെ എന്തുകൊണ്ടല്ല, ദുഷ്ടതയോണ്ടല്ല എന്ന് ആര് പറഞ്ഞു കൊടുത്തു? സീത ഹനുമാന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഹനുമാൻ ഇത് കേട്ടപ്പോൾ ഒന്ന് ചിരിച്ചിട്ട് സീതയോട് പറഞ്ഞു, യുക്തം രാമസ്യ ഭവതി ധർമ്മപത്നി യശസ്വിനി. രാമൻ്റെ ഭാര്യ തീരുമാനമായി എന്നും പറഞ്ഞു. എന്താണ് ഹനുമാന്റെ അഭിപ്രായം? അത് എന്താണ്? രാമൻ്റെ തന്നെയാണ് ഭാര്യ എന്ന് തീരുമാനമായി എന്ന്. എന്താ വെച്ചാൽ രാമനെ നല്ലോണം നിഷ്ഠ ആർക്ക്? ഹനുമാന്. ഇപ്പോൾ സീതയുടെ സ്വരൂപം മനസ്സിലായി. ഇവർ രണ്ടും കൂടി നല്ല ചേർച്ചയാണ്. എന്തായാലും രാമൻ്റെ ഭാര്യ തന്നെയാണ്, നല്ല യോജിപ്പ് ധർമ്മത്തിൻ്റെ കാര്യത്തിൽ. അങ്ങനെ പറഞ്ഞ സീത ഒടുക്കം സീതയോട് പറഞ്ഞു, വരൂ നമുക്ക് രാമൻ്റെ അടുത്തേക്ക് പോവാം എന്ന് പറഞ്ഞപ്പം സീത അങ്ങനെ രാമൻ്റെ മുമ്പിലേക്ക് വന്നപ്പോഴാണ് നമ്മുടെ ഈ വിഭീഷണൻ്റെ സ്ത്രീകളൊക്കെ ആയിട്ട് രാമൻ്റെ മുമ്പിലേക്ക് വന്ന സമയത്ത് സീതാദേവി വന്നപ്പം രാമൻ എന്തേ ചെയ്തു വെച്ചാൽ സീതയെ കണ്ടപ്പോൾ സീതയോട് പറയുകയും ചെയ്തു. അതായത് എന്താണെന്നറിയൂ, ഞാൻ അപ്പോൾ സീതയ്ക്ക് ഇപ്പം അടുത്തേക്ക് വന്നപ്പോൾ രാമൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു മുഖത്ത് അങ്ങനെ ഒരു തെളിച്ചോ ഒരു വെളിച്ചോ ഒന്നും കണ്ടില്ല. ആരെ? രാമൻ
രാമൻ്റെ മുമ്പേക്ക് സീത വരുമ്പോൾ ഒരു വലിയൊരു തെളിച്ചൊന്നും കണ്ടില്ല. അപ്പം രാമൻ സീതയോട് പറയും ചെയ്തു, സീതയെ ഞാൻ യുദ്ധമൊക്കെ ചെയ്തു, രാവണനെ കൊന്നു, നിന്നെ വീണ്ടെടുത്തു. അപ്പം അതുകൊണ്ട് എൻ്റെ കാര്യം ചോദിച്ചാൽ ഞാനിപ്പോൾ അങ്ങനെ ഒരു വലിയ കേമത്തരം ചെയ്തു എന്നൊന്നും വിചാരിക്കില്ല. എൻ്റെ ഒരു ഉത്തരവാദിത്തം ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്താണെന്നാണെങ്കിൽ നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്നാണെങ്കിൽ നിനക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്യുക. എനിക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാര്യം എന്താണെന്നാണെങ്കിൽ പ്രാപ്ത ചാരിത്ര സന്ദേഹ മമ പ്രതിമുഖേ സ്ഥിത. നീ ഇപ്പം ഇത്രയും കാലം ഇവിടെ താമസിച്ചതല്ലേ. അപ്പം അതുകൊണ്ട് ദീപോ നേത്രാതുരസ്യേവ പ്രതികൂലാസി മേ ദൃഢം. കണ്ണിന് വയ്യാത്തവന് വിളക്ക് കാണുമ്പോൾ എനിക്കിപ്പം തന്നെ കാണുമ്പോൾ സന്തോഷമില്ല എന്നും പറഞ്ഞു. എന്താ പറഞ്ഞത്? സീതയോട് പറഞ്ഞതാണ്. കണ്ണിന് വയ്യായ ഉണ്ടാവില്ലേ ഈ ചെങ്കണ്ണ പോലത്തെ എണ്ണം. കണ്ണിന് വയ്യാത്തവന് വിളക്ക് കാണുമ്പോഴുള്ള ബുദ്ധിമുട്ടിക്ക് ഇപ്പം തന്നെ കാണുമ്പോണ്ട്. ഈ കണ്ണിന് വയ്യാത്തവന് വിളക്ക് കാണുമ്പോൾ ഉണ്ടാവണ ബുദ്ധിമുട്ട് കണ്ണിൻ്റെ കുഴപ്പമാണോ വിളക്കിൻ്റെ കുഴപ്പമാണോ? മനസ്സിലായില്ല. ആ പറഞ്ഞ പ്രയോഗത്തിൽ അതൊക്കെ ഉണ്ട്. കണ്ണിന് വയ്യാത്ത ആൾക്ക് വിളക്ക് കാണുമ്പോൾ ഉണ്ടാവണ ബുദ്ധിമുട്ടിക്ക് ഇപ്പം തന്നെ കാണുമ്പോണ്ട്. എന്താ കാരണം? ഇത്രയും കാലം രാവണൻ്റെ കൊട്ടാരത്തിൽ താമസിച്ച എന്നെയായിട്ട് ഞാനിപ്പോൾ അയോധ്യയിലേക്ക് പോകുമ്പം അതെനിക്കൊരു സന്തോഷക്കുറവുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ അർത്ഥം എൻ്റെ നോട്ടത്തിന് ലേശം വിശകുണ്ടെന്ന് തന്നെയാണ്. സീതയ്ക്ക് കുഴപ്പമുണ്ടെന്നല്ല അർത്ഥം. അപ്പം അതുകൊണ്ട് എന്താ ചെയ്തത് ആണ്. അപ്പോൾ സീതയ്ക്ക് ഇത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമായി. സീത എന്താ വേണ്ടോ നിശ്ചയില്ലാതെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് അമ്പോ എന്താ ലക്ഷ്മണനും മറ്റുള്ള വാനരന്മാരും സുഗ്രീവാദികളും എല്ലാവരും നോക്കി നിൽക്കുമ്പോഴാണ് എന്തുണ്ടായത്? ലക്ഷ്മണനൊക്കെ ഇങ്ങനെ തലയും താഴ്ത്തി ആ വില്ലിൻ്റെ കമ്പ് നിലത്ത് കുത്തിയിട്ട് അതിൻ്റെ മുകളിൽ താടിയും കുത്തി ഇങ്ങനെ നിൽക്കുകയാണ്. എന്തല്ലേ രാമൻ ഈ വർത്തമാനം പറഞ്ഞപ്പം ഹാവു പ്രവിശന്തീവ ഗാത്രാണി. സീത ഇങ്ങോട്ട് വല്ലാതെ സങ്കോചിച്ച മട്ടായി. ഇനി എന്തുണ്ട് തനിക്ക് രക്ഷ? ഒന്നുമില്ല. അതുകൊണ്ട് ഒന്നും പറയാനും ഇല്ല. ആരോടെ എന്താ പറയാനാണ്? ഇനിയിപ്പോൾ തനിക്ക് എവിടേക്കാണ് വേണ്ടത് വെച്ചാൽ എങ്ങടെ വെച്ചാൽ പോകേണ്ടത് വെച്ചാൽ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സീത ലക്ഷ്മണനോട് പറഞ്ഞു, നോക്കൂ ഈ ലക്ഷ്മണനോട് സീത മുമ്പ് പറഞ്ഞ വർത്തമാനം നമ്മൾ കേട്ടതാണ്. എന്താ പറഞ്ഞത്? അത് കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഇപ്പോൾ സീതയ്ക്ക് ഈ സഭയിൽ വെച്ചിട്ട് എന്ത് കേൾക്കേണ്ടതായിട്ട് വരുന്നു? അതേ ഭാഷയിലുള്ളൊരു നിന്ദ്യമായ ഭാഷയിലുള്ളൊരു അവസ്ഥയല്ലേ ഉണ്ടായത്. സീത വല്ലാതെയായി. അപ്പോൾ സീത പറഞ്ഞു, ചിതാം കുരുമേ സൗമിത്രേ. എന്താണ്? ചിതാം മേ കുരു സൗമിത്രേ. എനിക്ക് ചെതയുണ്ടാക്കൂ. ഞാൻ എന്താപ്പോൾ ലക്ഷ്മണനൊന്നും ചെയ്തില്ല. അപ്പം രാമൻ ഇങ്ങനെ നോക്കിയപ്പം ആയിക്കോട്ടെ ലക്ഷ്മണൻ ചെതയുണ്ടാക്കി അഗ്നി ജ്വലിപ്പിച്ചു. ആ തീ ഇങ്ങനെ കത്തി ജ്വലിക്കണ ആളി കത്തണ തീ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സീത എന്തേ ചെയ്തു വെച്ചാൽ നല്ലോണം മനസ്സിരുത്തിയിട്ട് തൊഴുതിട്ട് പറഞ്ഞു, ഈ രാമനെ അല്ലാതെ കണ്ട മറ്റൊരു പുരുഷനെ മനസാ വാചാ കർമ്മണ ഞാൻ സ്മരിച്ചിട്ടില്ല വെച്ചാൽ ഞാൻ എന്താ ഈ അഗ്നിയിലേക്ക് പ്രവേശിക്കുകയാണ്. മാം സർവതഃ പാതു പാവക. എന്നെ സകല പ്രകാരത്തിലും അഗ്നി എന്ത് ചെയ്യട്ടെ? പരിപാലിക്കട്ടെ. കർമ്മണ മനസാ വാച യഥാ നാതിചരാമ്യഹം രാഘവം സർവധർമ്മജ്ഞം തഥാ മാം പാതു രാഘവ എന്ന് പറഞ്ഞ് സീത എന്തേ ചെയ്തു വെച്ചാൽ ആ അഗ്നിയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. അഗ്നിയിലേക്ക് പ്രവേശിച്ച സമയത്ത് ഇവിടെ എന്താ ഉണ്ടായിച്ചാൽ ഈ അഗ്നിയിലേക്ക് പ്രവേശിച്ചപ്പം അഗ്നിദേവൻ എന്തേ ചെയ്തു എന്നാണെങ്കിൽ സീതയെ സ്പർശിച്ചില്ല എന്ന് മാത്രമല്ല ആ അഗ്നിദേവൻ അച്ഛൻ മകളെ മടിയിലിരുത്തി കൊണ്ടുവരുന്ന മട്ടിലാണ് ഇങ്ങോട്ട് വന്നത്. പറഞ്ഞു സീത ശുദ്ധചാരിത്രയാണ്, ഇത് സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞ് രാമനെ ഏൽപ്പിച്ചു കൊടുത്തു. അധ്യാത്മരാമായണത്തിൽ ഈ സമയത്ത് മായാസീതയാണ് എന്തിലേക്ക് പോണത്? രാവണൻ പിടിച്ചു കൊണ്ടുപോണതും സാക്ഷാൽ സീതയല്ല. സാക്ഷാൽ സീത അഗ്നിയിൽ മറിഞ്ഞിരുന്നു. മായാസീതയെ രാവണൻ കൊണ്ടുപോയി. ആ മായാസീതയെ വീണ്ടെടുക്കാൻ അഗ്നിയിൽ ഇരിക്കണ മായാസീതയെ വീണ്ടെടുക്കാനാണ് അഗ്നി പ്രവേശം ചെയ്തതെന്നാണ് അവിടെ. അങ്ങനെയാണ് ആ അധ്യാത്മരാമായണത്തിൻ്റെ ഒരു ഗതി. മനസ്സിലായില്ലേ? ഇവിടെ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അഗ്നിദേവനാണ് ഒരു മുത്തശ്ശൻ തൻ്റെ പേരക്കുട്ടിയെ കൊണ്ടുവരുന്ന മാതിരി കൊണ്ടുവന്ന് രാമനെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോഴാണ് ഈ ബ്രഹ്മാദി ദേവന്മാർ, ഇന്ദ്രൻ, ബ്രഹ്മാവ് മുതലായ ദേവന്മാരെല്ലാവരും വന്ന് ഇവിടെ ഈ ബ്രഹ്മാദി ദേവന്മാരെല്ലാവരും ശ്രീരാമനെ ഈശ്വരസ്വരൂപേണ നമസ്കരിക്കുന്നുണ്ട്. വിഷ്ണു സ്വരൂപത്തിലാണ് നമസ്കരിക്കുന്നത്. അങ്ങനെ നമസ്കരിച്ചു. അവർ സീതയെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോഴാണ് നമ്മുടെ ദശരഥനും നമ്മൾ മുമ്പ് സുതീഷ്ണൻ്റെ ആശ്രമത്തിൽ ചെല്ലുന്ന സമയത്ത്, സുതീഷ്ണൻ്റെ അല്ല ശരഭംഗൻ്റെ ആശ്രമത്തിൽ ചെല്ലുമ്പം അവിടെ ഈ ഇന്ദ്രാദി ദേവന്മാരുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇന്ദ്രാദി ദേവന്മാരെ രാമനോട് മിണ്ടാതെ പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് കണ്ടോളാമെന്നും പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു. അപ്പം ഇന്ദ്രാദി ദേവന്മാർ വന്ന് ആരെ കണ്ടു?
രാമനെ കണ്ടു. അപ്പം രാമൻ ചോദിച്ചു, രാമനോട് വരം ചോദിച്ചു, എന്താ വേണ്ടത്? വരമൊക്കെ കൊടുത്തു ഓരോരുത്തർ. അപ്പം അച്ഛൻ വന്നു, ദശരഥ മഹാരാജാവ് ആ കൂട്ടത്തിൽ വന്നിട്ടേ. മഹാരാജാവ് ചോദിച്ചു, ഉണ്ണിയെ സന്തോഷമായി, എന്താ വേണ്ടത്, എന്താ വേണ്ടത് ചോദിച്ചു. വരം. അപ്പോൾ വരം വേണ്ടത് എന്താ ചോദിച്ചപ്പോൾ ചോദിച്ച വരം എന്താണെന്നറിയോ? അച്ഛനോട് ചോദിച്ച വരം ഒന്നേ ഉള്ളൂ. അച്ഛൻ ഞങ്ങളോട് പ്രീതി ഉണ്ട് വെച്ചാൽ, കൈകേയി അമ്മയോട് പറഞ്ഞില്ലേ ഞാൻ എന്നെ ഭാര്യാസ്ഥാനത്തു നിന്നും അയച്ചു എന്ന്, ആ പറഞ്ഞ വാചകം പിൻവലിക്കണം. ഭരതനോട് എന്നോട് കാണിക്കണം മറ്റുള്ള ഭാവം കാണിക്കും വേണം എന്നാണ് വരം ചോദിച്ചത്. ആ വരം അനുഗ്രഹിച്ചു കൊടുത്തു. അങ്ങനെ സന്തോഷമായി. അവിടുന്ന് എല്ലാം കഴിഞ്ഞു. അച്ഛനെയൊക്കെ കണ്ട് നമസ്കരിച്ച് രാമനും സീതയും ലക്ഷ്മണനും കൂടി തിരിച്ചു പുറപ്പെടാനായിട്ട് പുറപ്പെട്ട സമയത്താണ് വിഭീഷണൻ പറഞ്ഞു, കുറച്ചു ദിവസം ഇവിടെ താമസിച്ചിട്ട് പോവാം ലങ്കയിൽ എന്ന് പറഞ്ഞു. അപ്പം അത് പറ്റില്ല എൻ്റെ ഉണ്ണി, ഭരതൻ എന്നെ കാത്തിരിക്കാനുണ്ട്, എനിക്ക് പോവാണ്ട പറ്റില്ല എന്ന് പറഞ്ഞപ്പം ശരി എന്നാ ഞങ്ങൾ വിമാനം പറഞ്ഞയക്കാമെന്ന് പറഞ്ഞു. ഏത് വിമാനം? പുഷ്പകം. അങ്ങനെ പുഷ്പക വിമാനം അയക്കുക, പെട്ടെന്ന് എത്താലോ. പുഷ്പകത്തിൽ കയറി പോവാനായിട്ട് പുറപ്പെട്ടപ്പോഴാണ് നമ്മുടെ ഈ സുഗ്രീവനും വിഭീഷണനും കൂടി ആ വിമാനത്തിൻ്റെ വാതിക്കൽ ഇങ്ങനെ നിന്നിട്ട് എന്തോ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ, നീ ചോദിക്കുക, അല്ല ഞാൻ ചോദിക്കുക, താൻ ചോദിക്കുക, ഞാൻ ചോദിക്കില്ല, നീ ചോദിക്കുക എന്നിങ്ങനെ ഇവർ തമ്മിൽ എന്തോ ചെറിയൊരു വലിയൊരു എന്താ ചോദിക്കാനൊരു മടിയുള്ള മാതിരി. അപ്പം രാമൻ ചോദിച്ചാൽ എന്താ നിങ്ങളിങ്ങനെ തർക്കിക്കുന്നത്? അപ്പോൾ രണ്ടാളും മിണ്ടിയില്ല. സുഗ്രീവ നീ ചോദിക്കടോ, അതിനുണ്ട് വിഭീഷണ നീ ചോദിക്കേ. ഇവരിങ്ങനെ പരസ്പരം എന്താ ചോദിച്ചോളൂ, രണ്ടാളും കൂടി ചോദിച്ചോളൂ. അപ്പം രണ്ടാളും കൂടി കീഴ്പ്പെട്ട് നോക്കിയിട്ട് ചോദിച്ചു, അങ്ങ് എത്ര വലിയ കേമനാച്ച, അങ്ങയുടെ അമ്മ എത്ര വലിയ കേമിയാവും, ഞങ്ങൾക്ക് അങ്ങയുടെ അമ്മയൊന്ന് കണ്ട് നമസ്കരിക്കണം എന്നൊരു മോഹമുണ്ട്, ഞങ്ങൾ വണ്ടിയിൽ കയറിക്കോട്ടെയോ ചോദിച്ചു. ആരോട്? രാമനോട്. അപ്പം രാമൻ പറഞ്ഞു, ഇത് ചോദിക്കാൻ ഇത്ര നാണിക്കണത് എന്തിനാ, വണ്ടിയിൽ കയറിക്കോളൂ പറഞ്ഞു. അപ്പോൾ വാനരന്മാർ പറഞ്ഞു, ഞങ്ങൾക്കും ഉണ്ട് എന്ന്. എന്ത് മോഹേ, എല്ലാവരും കയറിക്കോളൂ വണ്ടിയിൽ. അങ്ങനെ എല്ലാവരെയും ഈ വിമാനത്തിൽ കയറ്റി. വലിയ വിമാനമാണല്ലോ. വിമാനത്തിൽ കയറി, പുഷ്പക വിമാനത്തിൽ കയറിയിട്ട് ഇവരിങ്ങനെ ഈ ലങ്കയിൽ നിന്ന് പോകുന്നേ. ലങ്കയിൽ നിന്ന് ഇങ്ങനെ പോരുന്ന സമയത്താണ് ആകാശത്തിൽ കൂടി പോരുമ്പം ഈ എല്ലാവരും വിമാനത്തിലുണ്ടെങ്കിലും നമ്മുടെ രാമനും സീതയും കൂടി ആ വിമാനത്തിൻ്റെ വിൻഡോ സീറ്റിലായിരിക്കുന്നത്. അവിടുന്ന് കീഴ്പ്പെട്ട് കാണിച്ചു കൊടുത്തു. സീതയെ കീഴ്പ്പെട്ട് നോക്കും, നമ്മൾ ഇവിടെ നിന്നാണ് പാലം കെട്ടിയത്, കണ്ടില്ലേ നീ ആ പാലം കെട്ടിയത്, അതിൻ്റെ അപ്പുറത്ത് ശിവനെ ഭജിച്ച അപ്പുറത്താണ്, അത് ഈ കണ്ടുവോ? അവിടെ എന്ത് ഇങ്ങനെ ഉണ്ടായത്? കുറേ ഇങ്ങോട്ട് പോകുന്നപ്പോൾ പിന്നെയും തെക്കുന്ന് ഇങ്ങനെ വടക്കോട്ട് പോരല്ലേ. കിഷ്കിന്ധയുടെ മുമ്പിൽ മുകളിലെത്തിയപ്പോൾ പറഞ്ഞു, സീതയെ ഇതാണ് നമ്മുടെ സുഗ്രീവൻ്റെ നാട് കിഷ്കിന്ധ, ഇവിടുന്നാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്, ഹനുമാനെയൊക്കെ ഇവിടുന്നാണ് പരിചയപ്പെട്ടത്, സുഗ്രീവനെയും. അപ്പോൾ ഈ സീതയ്ക്ക് ഒരു ശങ്ക. സീത ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിച്ചാൽ അലോഹ്യാവോ ചോദിച്ചു. അലോഹ്യാവില്ല. എന്താ ചോദിച്ചു? ഇപ്പം നമ്മളിനി എത്ര കാലമായിട്ട് ബുദ്ധിമുട്ടി വിഷമിച്ചിട്ടാണ്. ഇപ്പം ഈ സുഗ്രീവനൊക്കെ കണ്ടില്ലേ, വാനരന്മാർ നമുക്ക് വേണ്ടിയിട്ട് എത്ര കാലമായിട്ട് നമ്മുടെ കൂടെ വീടില്ല, കുടുംബമില്ല, കുട്ടികളില്ല, ഭാര്യയില്ല, ഒന്നുമില്ലാതെ നമുക്കായിട്ട് നടക്കണു. അവർക്കുണ്ടാവില്ല ഇങ്ങനത്തെയൊക്കെ ഒരു വിഷമം. അപ്പം നമുക്കൊരു കാര്യം ചെയ്താലോ, ഈ സുഗ്രീവാദികളായ വാനരന്മാരുടെ ഭാര്യമാരെയും കൂടി കൂട്ടിയാലോ അങ്ങോട്ട് പോകുമ്പോൾ, അയോധ്യയ്ക്ക് പോകുമ്പം. അപ്പോൾ രാമൻ പറഞ്ഞു, അതിനെന്താ ബുദ്ധിമുട്ട്, കൂട്ടാലോ. അങ്ങനെ നമ്മുടെ കിഷ്കിന്ധ വിമാനത്താവളത്തിൽ എന്തിറക്കി, പുഷ്പക ഇറങ്ങി. അത് പറഞ്ഞു, സുഗ്രീവനോട് പറഞ്ഞു, ഭാര്യമാരെയൊക്കെ കൂട്ടി വന്നോളൂ. അപ്പോഴേക്ക് സുഗ്രീവനും വാനരന്മാരും എല്ലാവരും കുടുംബത്തിൽ നിന്ന്, രൂമേ കുട്ടികളെ വിളിച്ചോളൂ, സ്കൂൾ വിട്ട് വന്നില്ലേ, പിടിച്ചോളൂ, വേഗം എടുത്തോളൂ, വേഗം കൂടി എടുത്തോളൂ, നമുക്ക് പോവുക. വാനരന്മാരെല്ലാവരും കൂടി എന്ത് ചെയ്തു, ഭാര്യമാരെയും മക്കളെയൊക്കെ കൂട്ടിയിട്ട് വിമാനത്തേക്ക് അങ്ങോട്ട് കയറി. അങ്ങനെ ഇവരെല്ലാവരും കൂടിയാണ് ഇങ്ങോട്ട് പോയത് അയോധ്യയിലേക്ക്. പോണ വഴിയിൽ എന്താണ്ടായി വെച്ചാൽ അവർ ഗുഹനെ കണ്ടു, ഒക്കെ ഉണ്ടായി. ഗുഹനെ പോകുന്ന വഴി കൂടി ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ ഒരു ദിവസം താമസിച്ചിട്ട് എന്താ ചെയ്തു വെച്ചാൽ, നമുക്ക് അവിടെ താമസിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഹനുമാനോട് പറഞ്ഞു, ഹനുമാനെ ഒന്ന് പോയിട്ട് അയോധ്യയിൽ പോയിട്ട് രാമനോട് പറയണം, ഈ ഭരതനോട് പറയണം, രാമൻ ഇങ്ങനെ രാവണവധമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ആയിട്ടതാ വരുന്നുണ്ട് എന്നൊന്ന് പറയണം. എന്നിട്ട് മാത്രമല്ല, എന്നിട്ട് ഭരതൻ്റെ മുഖത്തെ ആകൃതിയും പ്രകൃതിയും ഭാവവും മാറ്റും ഒക്കെ കണ്ടിട്ട് എന്ത് ചെയ്യണം, ഒക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് ഇവിടെ വന്ന് എന്നോട് പറയൂട്ടോ എന്നും പറഞ്ഞു. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? പറഞ്ഞതിൻ്റെ അർത്ഥം എത്രയേ ഉള്ളൂ. എന്താ ചോദിച്ചാൽ, ഇപ്പം ഇത്രയും കാലം രാജ്യം ഭരിച്ച് ഭരതന് ഇപ്പോൾ ഒരു ഇഷ്ടം വന്നു ആവോ എന്തിനോട്, രാജ്യത്തിനോട്. അങ്ങനെ വന്നു വെച്ചാൽ ഇനിയിപ്പം ഭരതൻ തന്നെ അങ്ങോട്ട് ഭരിച്ചോട്ടെ, കുഴപ്പമില്ല. നീ അവിടെ ചെന്നിട്ട് ഇങ്ങോട്ട് പോരണേ മോശമല്ലേ, ഭരതന് മോശമല്ലേ. ഇനി അങ്ങനെയല്ല വെച്ചാൽ എന്ത് ചെയ്യണം, പണ്ടത്തെ മാതിരി പാവം കാത്തിരിക്കാച്ചാൽ ചെല്ലും വേണം. ഈ ഹനുമാൻ ഈ ദൂതനായിട്ട് അവിടേക്ക് പോയി ഭരതൻ്റെ അടുത്തേക്ക് ചെന്നു. ഭരതനും പരിചയമില്ലല്ലോ ഈ ഹനുമാനെ. ഭരതൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയും ചെയ്തു, ഞാൻ ഇങ്ങനെയാണ്, ഹനുമാനാണ്, സുഗ്രീവൻ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പം രാമൻ വരികയായി എന്നൊക്കെയുള്ള വർത്തമാനം ഇങ്ങോട്ട് കേട്ടപ്പോഴൊക്കെ ഈ ഭരതന് വലിയ സന്തോഷമായി. ഭരതൻ ഹനുമാനെ ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഒന്നും പറയേണ്ട, വല്ലാത്ത സന്തോഷം. ഭരതൻ്റെ വർത്തമാനങ്ങൾ വലിയേട്ടൻ എത്ര കാലമായി ഞാൻ കണ്ടിട്ടെന്നറിയോ, വലിയേട്ടൻ അങ്ങേ കെട്ടിപ്പിടിക്കണ്ടായില്ലേ. ഞാൻ ഭരതനെ ഈ ഹനുമാനെ കെട്ടിപ്പിടിച്ചിട്ട് മതിയാവണില്ല, സ്നേഹം കൊണ്ട് കുറേ നേരം അവർ
സ്നേഹം പറഞ്ഞ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പൂമുഖത്തെ പടിയുമ്പിലിരുന്ന് ഇവർ വർത്തമാനം പറഞ്ഞ് ഇവരവിടെ ഇരുന്നു. ഹനുമാൻ എങ്ങോട്ട് പോയില്ല. വിവരം പറയാൻ രാമൻ്റെ അടുത്തേക്ക് പോയില്ല. എന്താ കാരണം? ആകെ 2 സ്ഥലത്താണ് രാമൻ്റെ കൽപ്പന ഹനുമാൻ ലംഘിച്ചത്. ഒന്ന് ഇവിടെയും ആണ്. എന്താണ്ടായത്? ഇവിടെ എന്ത് പറയാൻ പോയില്ല, തിരിച്ച് ഹനുമാൻ ഇങ്ങനെ പോയി പറയണമല്ലോ, അങ്ങനെ എന്താ ഹനുമാൻ ഭരതന് സന്തോഷാണെന്ന് ഒന്നും പറയാൻ പോയില്ല. ഭരതൻ്റെ ഈ വർത്തമാനമൊന്നും പറയാൻ ഹനുമാൻ വരായ കണ്ടപ്പം രാമൻ എന്ത് ചെയ്തു? നമുക്ക് പോവുക, ഇനി നോക്കണ്ട. എന്താ അത്? ഹനുമാൻ അവിടെ പറ്റിക്കൂടിയെന്നും പറഞ്ഞു. അവിടെ നിങ്ങോട്ട് വരില്ലേ? അവിടെ അവിടെ ചെന്ന് പറ്റി. ഭരതനെ കണ്ട ആരെങ്കിലും തിരിച്ചു പോരുമോ? രാമനെ കണ്ട മാതിരി അവിടെ പറ്റി കൂടില്ലേ? അങ്ങനെ രാമനും ലക്ഷ്മണനും വാനരന്മാരും സുഗ്രീവാദികളും അയോധ്യയിലേക്ക് പ്രവേശിച്ചു. അയോധ്യയിൽ വലിയ സന്തോഷമായി എന്ന് പറയണ്ട. ഭരതൻ ഓടി വന്ന് ജ്യേഷ്ഠൻ്റെ രാജ്യം ഞാൻ നോക്കി നടത്തി, ഇത് ഇരട്ടിച്ച് ഇത് ധാരാളം വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ഇനി ജ്യേഷ്ഠൻ എന്താ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാൽ കാൽക്കൽ വെച്ചങ്ങോട്ട് നമസ്കരിച്ചു. ഭരതനെ കണ്ടപ്പോൾ ആ പാവം തോന്നി. ജടയും ഒക്കെ കെട്ടി മരവുരിയൊക്കെ ചുറ്റി തൻ്റെ മാതിരിനെ താൻ കാട്ടിലാണിത് നാട്ടിലാണെന്ന് മാത്രമേ ഉള്ളൂ. കാട്ടിൽ തനിക്ക് വെറുതെ ഇങ്ങനെ നടന്നാൽ മതി, ഇത് രാജ്യം ഭരിക്കലും കൂടി ഉണ്ടായിരുന്നു. പാവം കഷ്ടപ്പെട്ട് 2 ആളും കെട്ടിപ്പിടിച്ചു. വലിയ സന്തോഷം, ഒന്നും പറയേണ്ട. അമ്മമാരെ കണ്ടു, നമസ്കരിച്ചു, എല്ലാം ഭംഗിയായി. കൈകേയി ചെറിയമ്മയും കൗസല്യമ്മയും സുമിത്ര ചെറിയമ്മയും എല്ലാവരെയും കണ്ടു തൊഴുതു. എല്ലാവരെയും കണ്ട് തൊഴുത് നമസ്കരിച്ചിരിക്കുന്ന സമയത്താണ് രാമൻ പറഞ്ഞു, സുഗ്രീവനോട് പറഞ്ഞു, സുഗ്രീവ നീ എൻ്റെ കൊട്ടാരത്തിൽ പോയി താമസിക്കണം, വിഭീഷണന് മറ്റേ കൊട്ടാരം. അങ്ങനെ ഓരോരുത്തർക്ക് താമസിക്കാൻ ഓരോരോ സ്ഥലം ഏർപ്പാടാക്കി കൊടുത്തു. എന്തിന്? ഇവരിവിടെ വിരുന്നുകാരായിട്ട് വന്നതല്ലേ. അങ്ങനെ വിരുന്നുകാരായിട്ട് വന്ന കൂട്ടരെ എല്ലാവരെയും സൽക്കരിച്ച് സ്വീകരിച്ച് ഇരുത്തിയിട്ട് രാമൻ്റെ പട്ടാഭിഷേകത്തെ ശ്മശ്രു വർദ്ധകന്മാർ, അതായത് ഈ ജടയൊക്കെ വെട്ടി മാറ്റി നേരെയാക്കണമല്ലോ, അതിനൊക്കെയുള്ള ആളുകൾ വന്നു, അതൊക്കെ ചെയ്തു. അങ്ങനെ ഈ മഹർഷിമാർ, നമ്മുടെ വസിഷ്ഠര്, വാമദേവര് എന്നൊക്കെ പറഞ്ഞ കാത്യായനൻ എന്നൊക്കെ പറഞ്ഞ മഹർഷിമാരെല്ലാവരും ചേർന്നിട്ട് രാമനെ വിശിഷ്ടമായ മുഹൂർത്തത്തിൽ അയോധ്യയിൽ രാജാവായിട്ട് അഭിഷേകം ചെയ്തു എന്ന് പറയും. അങ്ങനെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത സമയത്ത് ലോകരെല്ലാവരും എത്ര കാലം മുമ്പ് 14 കൊല്ലം മുമ്പ് നടക്കേണ്ട സംഗതിയാണ് 14 കൊല്ലം കഴിഞ്ഞിട്ട് നടന്നത്. അങ്ങനെ വന്ന സമയത്ത് ആളുകൾക്കൊക്കെ വലിയ സന്തോഷമായി എന്ന് മാത്രമല്ല, അന്ന് പിന്നെ ആ നാട്ടിലൊരൊറ്റ വർത്തമാനേ ഉണ്ടായുള്ളൂ. എന്ത്? രാമോ രാമോ രാമ ഇതി ജനാനാം അഭവൻ അല്ലെ പ്രജാനാം അഭവൻ കഥാ. പ്രജകളുടെ ഇടയിൽ പിന്നെ ഒരു വർത്തമാനേ ഉള്ളൂ, രാമോ രാമോ രാമ ഇതി. ഈ മട്ടിൽ അന്ന് അയോധ്യ ശോഭിച്ചു എന്ന് പറയും. ഇങ്ങനെയാണ് രാമായണത്തിൻ്റെ പൂർവഭാഗം കഴിഞ്ഞു. ഇനിയുള്ള ഭാഗത്തിൻ്റെ പേര് ഉത്തരഭാഗം എന്നാണ് പറയേണ്ടത്. ആ ഉത്തരഭാഗമാണ് നമുക്ക് പറയാനുള്ളത്. ആ ഭാഗം നാളെ രാവിലെ മുതൽ നമ്മൾ പറയും. ഉച്ചയോട് കൂടിയിട്ട് നമ്മുടെ ഈ വാൽമീകി രാമായണ നവാഹം അവസാനിക്കും. അപ്പം എല്ലാവരും രാവിലെ നേരത്തെ തന്നെ വരിക. ഈ ഉത്തരഭാഗം ഇപ്പം ഇത്രയും ഭാഗമൊക്കെ നമ്മൾ കുറേശ്ശെ പല വിധത്തിലാണെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഈ ഉത്തരഭാഗം എന്ന് പറഞ്ഞ പ്രകരണം പൊതുവെ നമ്മുടെ നാട്ടിൽ വായിക്കാറുമില്ല, അതങ്ങനെ പറയാറുമില്ല, കേൾക്കാറുമില്ല. ആ ഉത്തരഭാഗമാണ് നമ്മളിനി നാളെ പറയപ്പോൾ എല്ലാവരും രാവിലെ തന്നെ വരിക, എല്ലാ ഭാഗങ്ങളും കേൾക്കുക, മനസ്സിരുത്തുക. ഇന്ന് നമുക്കിവിടെ അവസാനിപ്പിച്ചിട്ട് നാളെ രാവിലെ വീണ്ടും ആരംഭിക്കാം. നാളെ രാവിലെ എന്താ വെച്ചാൽ നമ്മുടെ ഈ ഇന്നത്തെ മാതിരി വായിക്കൽ കുറച്ച് നേരത്തെ തുടങ്ങും. ഒരു 5:15 തുടങ്ങും. സഹസ്രനാമൊക്കെ 6 മണിക്ക് ഇന്നിപ്പോൾ ഉണ്ടായില്ലേ, അത് മട്ടക്കന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നേരത്തെ വരാൻ പറ്റുന്ന വെച്ചാൽ വന്നോളൂ. ഇല്ലെങ്കിൽ 6 മണിക്ക് പതിവുള്ള സമ്പ്രദായത്തിൽ ഉള്ള സഹസ്രനാമവും ഈ ബന്ധന ശ്ലോകങ്ങളൊക്കെ അതും ഉണ്ടാവും. കുറച്ച് ഭാഗങ്ങളും കൂടി വായിച്ച് 10,24,000 ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ അത് വായിച്ച് മുമ്പിലേക്ക് പോകുമ്പോൾ വിസ്തരിച്ച് പറയലും കൂടി ആകുമ്പോൾ അതിനുള്ള സമയം കൂടി കണക്കാക്കണമല്ലോ. അതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി നേരത്തെ വായിക്കും. ഉച്ചയോട് കൂടിയിട്ട് നമ്മുടെ ഈ യജ്ഞം അവസാനിക്കും. അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ വരിക. ഇന്നിപ്പോൾ നമുക്കിവിടെ അവസാനിപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര